റസിൻ, ഞാൻ വിഷ്ണു. എല്ലാവർക്കും രമേശ് ആൻഡ് സുരേഷ് വ്ലോഗ്സിന്റെ പുത്തൻ വീഡിയോയ്ക്ക് ഹാർദമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ മുംബൈയിലെ നൈറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. മുംബൈയിലെ നൈറ്റിൽ കാഴ്ചകൾ എന്താണ്, സ്ട്രീറ്റ് ഫുഡുകളുടെ രീതി എന്താണ് നമുക്ക് അറിയാനും അനുഭവിക്കാനുമായിട്ടുള്ള യാത്രയാണ്. ഒരു സ്കൂട്ടറിലൊക്കെയാണ്, നല്ല അടിപൊളി യാത്രയാണ്. സ്കൂട്ടർ ഒപ്പിച്ച് തന്നത് കൂട്ടുകാരനാണ്, അർജുനാണ്. ഇപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ഒരു ഫുഡ് സ്പോട്ട് തിരക്കിയാണ് അല്ലേ റസിനെ? അതെ, നല്ലൊരു ഫുഡ് സ്പോട്ട് തിരക്കി പോവാണ്. അതുപോലെ നമ്മൾ പകരം സഞ്ചരിക്കുന്ന നൈറ്റ് മുംബൈ സ്ട്രീറ്റിലെ സ്കൂട്ടർ റൈഡ്. സോറി സുഹൃത്തുക്കളെ, ക്യാമറയിൽ മാനുവൽ മോഡിലാണ് എൻ്റെ ഫോക്കസ് സെറ്റിംഗ് കിടന്നത്. പല വീഡിയോയുടെ ഭാഗവും ഫോക്കസ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എടുത്ത 3/4 ഭാഗം വീഡിയോസും ഉപയോഗമില്ലാതായി പോയി. അതുകൊണ്ട് കുറച്ച് മാത്രമേ ഉള്ളൂ കാഴ്ചകൾ. രാത്രിയിൽ ഒരു 11:30, 11:30, 11:45 ആയപ്പോഴാണ് ഈ ട്രിപ്പ്. മുംബൈയിലെ മുലൂണ്ടിനടുത്തുള്ള ഏതെങ്കിലുമൊക്കെ നൈറ്റ് ഫുഡ് കടകൾ തപ്പി ഇറങ്ങുവാണ്. പല കടകളും അടച്ചു കഴിഞ്ഞു, ചില റെസ്റ്റോറൻറ്റ് അടച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത് കണ്ട തുറന്നു പ്രവർത്തിക്കുന്ന ആദ്യ കട ഇതാണ്, JK ബർഗർ, ജംബോ കിങ് ബർഗർ. മേടിക്കാൻ വേണ്ടി വിഷ്ണു തന്നെ പോയി നിൽക്കുകയാണ്. 39 രൂപയുടെ, അത് 69-ൻ്റെയോ കോള വേണമെന്നില്ല, ബർഗർ മാത്രം മതി. ഓരോ സിംഗിൾ ബർഗർ ട്രൈ ചെയ്യായിരുന്നു. വിഷ്ണുവിന് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് തന്നെ മിക്കവാറും അവൻ തന്നെയാണ് എല്ലാ ഓർഡർ ചെയ്യുന്നതും മറ്റെല്ലാ ഡീലിങ്സും. ഫുൾ നൈറ്റ് പ്രവർത്തിക്കുന്ന കടയാണ്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം, കാരണം ഇവിടെ വേറെ കസ്റ്റമേഴ്സ് ഉണ്ട്. ഒരെണ്ണം മേടിച്ച് പകുതിയാക്കിയാലോ? എന്നാ മതി. വേറെ ഏതെങ്കിലും സ്പോട്ടോട് നോക്കാൻ നമുക്ക് വേറെ സ്പോട്ടും വേണം. നമുക്ക് ഒരെണ്ണം പോരാ, നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട് കളിയാ. അതെ, സമയം ഇഷ്ടം പോലെ ഉണ്ട്, കടയുണ്ടായാൽ മാത്രം മതി. 39 രൂപയുടേതാണ് ഏറ്റവും കുറഞ്ഞ ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാനൊക്കുന്ന ബർഗർ. അതിൻ്റെ പേര് മുംബൈ ബർഗർ എന്നാണ്. മറ്റേത് 59 രൂപയ്ക്ക് ചീസ് ബർഗറാണ്. എനിക്ക് ചീസ് അത്ര പിടുത്തമല്ലാത്തത് കൊണ്ട് തന്നെ മുംബൈ ബർഗർ ഓർഡർ ചെയ്തു. ഒന്നേ ഓർഡർ ചെയ്തുള്ളൂ. എന്തൊരു നക്കിയവനൊക്കെ അല്ലേ. 39 രൂപയുടെ ബർഗർ 2 ആക്കി 2 രൂപയുടെ കഴിക്കുന്നു. പ്യുവർ വെജ് ഐറ്റമാണ്. അതൊന്ന് കഴിച്ചേ. ഓട്ടെ തള്ളി ഉള്ള കയറ്റ്. എങ്ങനെയുണ്ട്? കിഴങ്ങ് വിപ്ലവം. എന്തോ ഒരു സോസ് ഉണ്ട്, മയണൈസ് പോലിരിക്കുന്ന സോസ് പോലെ അല്ലേ. കണ്ടിട്ട് മയണൈസിൻ്റെ നിറമാണ്, പക്ഷെ ഇതെന്ത് സോസ് അറിയില്ല. പക്ഷെ കൊള്ളാം, വെറൈറ്റിയാണ്. വെയിറ്റ്, എളുപ്പം കഴിയും. ഞങ്ങൾ ഇതിൻ്റെ പപ്പാതി ട്രൈ ചെയ്യുന്നത് കാശിൻ്റെ മാത്രം വിഷയമൊന്നുമല്ല. ഞങ്ങൾക്ക് ഇനി 1-2 സ്ഥലത്തോടെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പം കഴിച്ച് വെറുതെ വയറ് നിറയ്ക്കാൻ വയ്യ അല്ലേ. അവന് സ്പേസ് കൊടുക്കാതെ, സംസാരിക്കാൻ സ്പേസ് കൊടുക്കാതെ അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പകുതി എനിക്കാന്ന് പോലും ഓർക്കാതെ അവൻ പകുതി എടുത്തു കഴിഞ്ഞു കയ്യിൽ. കഴിക്കട്ടെ, നിങ്ങളുടെ എല്ലാ അനുഭവത്തോടെ കഴിക്കുക സുഹൃത്തുക്കളെ. ഇത് മൈനസ് തന്നെ കൊള്ളാം, അടിപൊളിയാണ്. എനിക്ക് സുഹൃത്തുക്കളെ ചീസ് സാധനം ഇഷ്ടമല്ല, ഇത് കൊള്ളാം. മറ്റേ പറഞ്ഞാൽ കിഴങ്ങിൻ്റെ വിപ്ലവം ഉണ്ട്. അങ്ങനെ ബോംബെ വന്ന് ബോംബെ ബർഗർ കഴിച്ചു. പെട്ടെന്ന് പറയൂ, വിശന്നിട്ട് പോയി. എത്ര സമയമായില്ലേ, പെട്ടെന്ന് കഴിച്ചു തീർക്കാനാ തോന്നുന്നത്. വിശപ്പിന് 3 കഴിക്കാനുള്ള ആർത്തിയുണ്ട്, പക്ഷേ വേറെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ അത് തീർത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലത്തോട്ട് വിട പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഗുഡ് ബൈ JK എന്ന് എഴുതിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ സമയത്തും ബസ് ഓടുന്നുണ്ട് ഇതുവഴി. അത് ഇവിടുത്തെ മുംബൈയിലൊരു പ്രത്യേക കാഴ്ചയാണ്. എന്നാൽ പിന്നെ അടുത്ത സ്ഥലം തപ്പിപ്പോവാം. ഗൂഗിൾ മാപ്പ് തന്നെ ശരണം. ഹലോ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കണ്ട ഒരു സ്ഥലമാണ് ഗൂഗിൾ മാപ്പിനകത്ത് യങ് ചൗ. അതൊരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണെന്നാണ് പറയുന്നത്. ചൈനീസ് ഫുഡുകൾ ലഭിക്കുന്ന റെസ്റ്റോറൻറ്റ്. എൻ്റെ താഴെ റിവ്യൂ കിടപ്പുണ്ട്. ദ ഫുഡ് അറ്റ് ദിസ് പ്ലേസ് ഈസ് നോട്ട് കോസ്റ്റ്ലി ആൻഡ് ഇറ്റ്സ് ഡെലിഷ്യസ് ടു. അപ്പോൾ എന്തായാലും ഈ റിവ്യൂ കണ്ടിട്ട് മാത്രമല്ല, ഈ സമയത്ത് ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് വെറൈറ്റി ആയിരിക്കും. ചൈനീസ് ഫുഡ് ആകുമ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ, ചൈനയിൽ പോകാതെ തന്നെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ സ്ഥലത്തോട്ട് പോവുകയാണ്. നമുക്ക് ഡയറക്ഷൻ കൊടുക്കാം. ഡയറക്ഷൻ കൊടുക്കുമ്പോൾ 3.6 കിലോമീറ്റേഴ്സ് ദൂരെയാണ്. യങ് ചൗ എന്നാണ് ഈ കടയുടെ പേര്.
എവിടെയാണെന്ന് ചോദിക്കരുത്, ലൊക്കേഷൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അങ്ങനെ അതും എത്തിപ്പോയി. നൈറ്റ് ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ് സുഹൃത്തുക്കളെ, കേരളത്തിൽ നിന്ന് മുംബൈ വരെ. മെനുവിൽ ഏറ്റവും കുറഞ്ഞ ഐറ്റം നോക്കിയപ്പോൾ ഹക്ക നൂഡിൽസ് ഒരു പ്ലേറ്റ് 110 രൂപ. കടക്കാരനോട് ചോദിക്കുവാണ് ഇത് 2 പ്ലേറ്റിൽ പപ്പാതിയാക്കി തരാൻ പറ്റുമോ എന്ന്. ഇല്ലെന്ന് അപ്പം തന്നെ പറഞ്ഞു. എന്നാൽ പിന്നെ ഒരാൾ ഇവിടെ നിന്ന് കഴിക്കാം, അടുത്ത കടയിൽ ട്രൈ ചെയ്യാൻ നേരം അടുത്ത ആൾ കഴിക്കാമെന്ന് വെച്ചു. നമ്മുടെ ബോംബെ യാത്ര നല്ല ഒരു ഫ്ലോ ഉണ്ട് കേട്ടോ. അതെ അതെ അതെ, ഇടയ്ക്ക് ചെറിയൊരു പനി പിടിച്ചെങ്കിലും ആ ഒരു ഫ്ലോ നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. ഇന്ന് ഇറങ്ങി താമസിച്ചെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ കറങ്ങി കണ്ടു. പിന്നെ ഭയങ്കര ആക്റ്റീവായിരുന്നു. പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വന്നു സ്റ്റാർട്ടർ ഫുഡ്. കൊള്ളാലോ. അങ്ങനെ സ്റ്റാർട്ടർ ഫുഡ് ട്രൈ ചെയ്യാണ്. ഉള്ളിവടയും മുളക് സമ്മന്തിയും പോലെ. ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഉള്ളിവട ഒരു ഐറ്റം പോലെ. ഇത് മുളക് സമ്മന്തിയാണ് കേട്ടോ. ചില്ലി സോസാണ്. ചില്ലി സോസ് പിന്നെ ഉള്ളിവടയുടെ രുചിയുള്ള ഒരു ഐറ്റം. ആ സെയിം മാവ് ഒക്കെ ആയിരിക്കും. പിന്നെ അത് കൂടാതെ കുറച്ച് മിക്സ്ചറും. അത് ഞങ്ങൾ രണ്ടുപേരും ട്രൈ ചെയ്തു. ഇത് മിക്സർ. നമുക്ക് 2 പ്ലേറ്റ് തരാൻ പറ്റില്ലെങ്കിലും നമുക്കൊരു പ്ലേറ്റ് ഷെയർ ചെയ്യാമല്ലോ. അതെ അതെ ശരിയല്ലേ? അതെ. ഉള്ളിവടക്കകത്ത് നോർമലി എണ്ണ കാണും. ഞങ്ങൾ രണ്ടുപേരും ട്രൈ ചെയ്യുന്നത് കണ്ടിട്ടാണെന്ന് അറിയത്തില്ല, ഔപചാരികമായിട്ട് അവർ 2 പ്ലേറ്റിലാക്കി നൂഡിൽസും കൊണ്ടുവന്നു. ഒരുപാട് സന്തോഷം. നമ്മൾ കേരളത്തിൽ നിന്നും അവരുടെ നാട് കാണാൻ വന്ന സന്തോഷത്തിലാണ് ഈ ഒരു മാറ്റം എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല നൈസ് മസാല, നല്ല പരുവം. മസാല കൂടുതലൊന്നുമില്ല. ഇല്ല, ഡീസൻ്റാണ്. അതെ. നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. എന്ത് കൊള്ളാം, വെറൈറ്റി അയച്ചതാണ്. ഒട്ടും മസാലയുടെ തള്ളിച്ചയില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. എനിക്കൊന്നും ഈ ചൈനീസ് ഫുഡാന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും. നമുക്ക് അവിടെ പോയി കഴിച്ചിട്ടില്ലെങ്കിലും ഇതൊരു പക്ക വെറൈറ്റിയാണ്. ഞങ്ങൾ കഴിച്ചതിൽ വെച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും മേ ബി, ഇല്ലേ? അതെ, നല്ല ഫുഡാണ് കേട്ടോ. ലൈറ്റ് മസാല ഇഷ്ടപ്പെടുന്നവർക്ക് മുംബൈ വന്നാൽ കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരമാണിത്. പ്രത്യേകിച്ച് മലയാളീസിന്. അതെ, ഹെവി മസാല ഇഷ്ടപ്പെടാത്ത മലയാളീസിന് ഒന്നാൽ പെട്ടെന്ന് കഴിക്കാനൊക്കെ ഈസി ആയിട്ട് കഴിക്കാനൊക്കെ ഒരു നൂഡിൽസ് ആയിരിക്കും ഇത്. ഹക്ക നൂഡിൽസ് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ഒരു നൂഡിൽസാണിത്. പക്ഷേ അടിപൊളിയാണ് ഐറ്റം. ഇതിനി പെട്ടെന്ന് തന്നെ തിന്ന് തീർത്തിട്ട് അടുത്തൊരു സ്പോട്ട് നോക്കാൻ ഉള്ള പ്ലാനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഒരു സ്പോട്ടിലേക്ക് പോകുന്നതാണ്. യങ് ചൗ എന്ന ആ കട 100% ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു. നല്ല ഫുഡാണ്. രാത്രിയിൽ 1 മണി വരെ ഓപ്പൺ ആണ്. സുഹൃത്തുക്കളെ, ശരിക്കും പറഞ്ഞാൽ ഈ ഒറ്റ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള സാധനമുണ്ട്. ഈ പാല് തള്ളി കയറ്റാൻ വേണ്ടി ഞാൻ പെടുന്ന പാട് നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇത് അടിപൊളി ഫുഡാണ്. പക്ഷേ പെട്ടെന്ന് വയറ് നിറയുന്നു. നല്ല അളവുണ്ട്. അടിപൊളിയാണ്. ഇതിനകത്ത് നിറയെ ഉള്ളിയുടെ ഇല, അതിന് പറയുന്നത് ഇംഗ്ലീഷിൽ സ്പ്രിങ് ഒണിയൻസ്, ആ സാധനം അരിഞ്ഞിട്ടിരിക്കാൻ തോന്നുന്നു. അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഉള്ളിത്തോറിനെ കഴിച്ച എഫക്റ്റ് ഉണ്ട്. ഇറങ്ങാൻ നേരം പ്രത്യേക ഒരു താങ്ക്സ് പറഞ്ഞ് മടങ്ങുവാണ്. ബൈക്ക് തന്ന അർജുൻ്റെ സുഹൃത്തിന് നന്ദി. നല്ല ആഹാരം തന്ന കടക്കാർക്കും പിന്നെ ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും. നാളെ പകൽ അടുത്ത കിടിലൻ ട്രിപ്പുണ്ട്. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.